ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മെഴുക്ക് പുരട്ടി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പയറും പച്ചക്കായും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഈ കോമ്പിനേഷൻ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചക്കായ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഫോട്ടോയിൽ കാണിച്ചില്ലേ, അതേ സൈസിലുള്ള 2 പച്ചക്കായ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വെള്ളത്തിലെടുത്തിട്ട് വാരിയെടുത്താൽ കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഫോട്ടോയിലുള്ള പോലെ തന്നെ ആ ഒരു കെട്ട് പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ചട്ടി വെറുതെ വെച്ചിട്ടേ ഉള്ളൂ, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി കളറിന് മാത്രമല്ല ഒരു നല്ലൊരു ടേസ്റ്റും തരും കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പയറോ അല്ലെങ്കിൽ പച്ചക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് കുക്കായി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പയറിൻ്റെ ആ നല്ല ഭംഗിയുള്ള പച്ച കളറൊക്കെ അങ്ങ് പോകും, നമ്മൾ കംപ്ലീറ്റ് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി കംപ്ലീറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്ര തന്നെ വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പയറും പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഞാനൊരു ഏകദേശം 15 ചെറിയുള്ളിയോളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മളെ കയ്യിൽ ഈ ചെറിയുള്ളി ചതച്ചിട്ട് എടുക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുത്താൽ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം അതിലേക്ക് ഈ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വെക്കട്ടോ. ഇനി നമുക്ക് ഈ ചെറിയുള്ളീൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കാണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് നമ്മൾ ക്രഷ് ചെയ്തെടുക്കൂലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം 1.5 ടീസ്പൂണോളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ചെറിയുള്ളി ചതച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈ വറ്റൽമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങ് ചതച്ച് എടുത്താൽ മതി. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ചതക്കാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ ചേർക്കട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകണം. ഇപ്പോൾ പച്ചമണമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പയറും പച്ചക്കായും കൂടി വേവിച്ച് വെച്ചില്ലേ, അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ നമ്മളിപ്പോൾ ഇട്ട ചെറിയുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിനെ നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഭംഗിക്ക് മാത്രമല്ല ഭംഗിക്കും ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആ സ്മെല്ലും ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.